നരേന്ദ്രമോദിയും BJP സർക്കാരുമൊക്കെ തൊഴിലാളികളോടും ജനങ്ങളോടും പറഞ്ഞു തൊഴിൽ നിയമങ്ങളുടെ റിഫോംസാണ്. റിഫോംസ് എന്നതിന് വളരെ ഒരു പരിഷ്കരണം എന്നതിന് എന്താണ് ഒരു പോസിറ്റീവായ സെൻസാണുള്ളത്. ഇത് പരിഷ്കരണമല്ല, തൊഴിലാളികൾ മുൻകാലങ്ങളിൽ അവകാശ സമരങ്ങളിലൂടെ നേടിയെടുത്ത അവരുടെ അവകാശങ്ങളുടെ, അവരുടെ പണിയിടങ്ങളിലെയും കൂലി അടക്കമുള്ള സേവന വ്യവസ്ഥകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങളുടെ ഒരു നിഷേധമാണ്. ലേബർ വർക്കേഴ്സ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന പ്രൊഫഷണലുകളാണ്. ഒരു IT ആളോട് ഞാൻ ഇന്നേ കമ്പനിയിലെ തൊഴിലാളിയാണെന്ന് അയാൾ പറയില്ലോ, ഞാൻ പ്രൊഫഷണലാണെന്നേ മാത്രമേ പറയൂ. അപ്പോൾ എന്താണ് ഈ പുതിയ നിയോ ലിബറൽ മൂലധനം കൊണ്ടുവന്നിരിക്കുന്ന തൊഴിലുകളുടെ പുതിയ പ്രൊഫഷണൽ നാമങ്ങളുണ്ട്. ആ നാമങ്ങളിലാണ് അവർ ആളുകളെ പരിചയപ്പെടുക. സ്വയം തന്നെ അവർ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. തൊഴിലാളികൾക്ക് 3 മാസം ശമ്പളം നേരത്തെ തന്നെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് വാദങ്ങളൊന്നുമില്ല, നിങ്ങൾക്കിതുമായി നിയമ നടപടികൾ സ്വീകരിക്കാനാവില്ല, ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടപ്രകാരം തൊഴിൽ നിയമപ്രകാരം ഉള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഇതോടെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് കമ്പനി അവകാശപ്പെടുകയും വാദിക്കുകയും ചെയ്യുന്നത്. ഈസ് ഓഫ് ഡൂയിങ്ങിൻ്റെ പേരിൽ കേരളം പോലുള്ളൊരു സമൂഹത്തിനകത്ത് ഇഷ്ടം പോലെ കടന്നു വന്ന് സർവതന്ത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മൂലധന ശക്തികൾക്ക് അനുമതി നൽകുന്നത് എന്താണ്? അത് വ്യവസായവൽക്കരണമോ വികസനമോ ഒന്നും ഉണ്ടാക്കില്ല, അത് വിനാശമായി ഒരിക്കും ഉണ്ടായിരിക്കാം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത് കോറോ. പണിയെടുപ്പിക്കും, അവർക്ക് തോന്നുമ്പോൾ അവരിട്ട് ടച്ച് പോകും. അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയായ കോറോ ഹെൽത്ത് കൊച്ചി, കോഴിക്കോട് കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന 800ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ട വാർത്ത കഴിഞ്ഞ ദിവസം കേരളം വലിയ ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത്. ഇത്രയധികം ജോലിക്കാർക്ക് ഒരു സുപ്രഭാതത്തിൽ ജോലി നഷ്ടമാകുന്ന സാഹചര്യം. ഇത് രാജ്യത്തിലെ മാറി വന്ന തൊഴിൽ നിയമങ്ങളുടെ ബാക്കി പത്രമാണോ? കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ കേരളത്തോട് പറയുന്നത് എന്തൊക്കെയാണ്? കേരളം ഏത് തരത്തിലാണ് നമ്മുടെ തൊഴിൽ നയങ്ങൾ, തൊഴിൽ സമീപനങ്ങൾ മാറ്റേണ്ടത്? ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാനായി രാഷ്ട്രീയ നിരീക്ഷകൻ KT കുഞ്ഞിക്കണ്ണനുണ്ട്. നമസ്കാരം, ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഈ തൊഴിൽ നിയമങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു ചർച്ച നടക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് കോറോ ഹെൽത്തിൽ സംഭവിച്ച ഒരു കാര്യം നമുക്ക് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതായത് ഒരു സുപ്രഭാതത്തിൽ ജീവനക്കാരെല്ലാവരും ജോലിക്ക് വരുമ്പോൾ ലോഗ് ഔട്ട് ചെയ്യുക, ഇനി നിങ്ങൾ പണിക്ക് വരേണ്ടതില്ല എന്നുള്ള രീതിയിൽ ഒരു കമ്പനി തീരുമാനിക്കുകയാണ്. 800ഓളം മനുഷ്യരാണ്. ആ മനുഷ്യരെ ആശ്രയിച്ച് കഴിയുന്ന അതിലെത്രയോ അധികം ആളുകൾ അടങ്ങുന്ന കുടുംബങ്ങളാണ്. ഒരു വലിയ സമൂഹമാണ് വഴിയാധാരമാക്കപ്പെടുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത് ഈ തൊഴിലാളികൾ അന്തം വിട്ട് അന്താളിച്ച് ഇവിടെ നിൽക്കുന്നു. അവരോട് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ മറ്റൊരു കാര്യങ്ങളിൽ ഒരു നടപടികളും വരുന്നതൊക്കെ പിന്നീടാണ്. സർക്കാർ പോലും വിഷയത്തിൽ പിന്നീടാണ് ഇതേക്കുറിച്ചൊരു സമീപനം രൂപപ്പെടുത്തുന്നത്. അത്ര അപ്രതീക്ഷിതമായി കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു. എങ്ങനെയാണ് കോറോ ഹെൽത്തിലെ ഒരു പ്രതിസന്ധിയെ കാണുന്നത്? കോറോ ഹെൽത്ത് ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഇത്തരത്തിലുള്ള എല്ലാ കമ്പനികളും പ്രവർത്തിക്കുന്നത് ലോകം അതിൻ്റെ മുന്നോട്ട് പോക്കിൻ്റെ ചരിത്രഗതിയിൽ രൂപപ്പെടുത്തിയ മാനുഷികവും തൊഴിലാളികൾക്ക് അനുകൂലവുമായ എല്ലാ നിയമങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടാണ്, കാറ്റിൽ പറത്തിക്കൊണ്ടാണ്. ഇപ്പോൾ ഫെഡറിക് വോൺ ഹയാക്കിൻ്റെയൊക്കെ മിൽട്ടൺ ഫ്രീഡ്മാൻ്റെയൊക്കെ സിദ്ധാന്തങ്ങളാണ് ഈ കോർപ്പറേറ്റുകളെ നയിക്കുന്നത്. മൂലധനത്തിന് മുകളിൽ, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുകളിൽ സ്റ്റേറ്റിൻ്റെ ഒരു വിധത്തിലുള്ള നിയന്ത്രണവും ഉണ്ടാകരുത്. തങ്ങൾക്കിഷ്ടം പോലെ ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ, തങ്ങൾക്ക് തോന്നുന്നതുപോലെ കൂലി കൊടുക്കാൻ, ആ അർത്ഥത്തിലുള്ളൊരു കോർപ്പറേറ്റ് അടിമത്വമാണ്. ഈ കോർപ്പറേറ്റ് അടിമത്വത്തെയാണ് ടെക്നോ ഫ്യൂഡലിസം എന്ന് യാനീസ് വാരൂഫാക്കീസ് വിശേഷിപ്പിച്ചത്. അത് വളരെ പ്രധാനമാണ്. VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. VD സതീശൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ PR വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കും. ഈ യാനീസിൻ്റെ പുസ്തകം ടെക്നോ ഫ്യൂഡലിസം ദാറ്റ് കിൽഡ് ദ ക്യാപിറ്റലിസം എന്ന് പറയുന്ന പുസ്തകം കയ്യിൽ പിടിച്ചത് വായിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം. ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ടെക്നോളജിയുടെ സഹായത്തോടെ അല്ലെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്നൊരു പുതിയ തരം മുതലാളിത്തമാണ്. അതിനെയാണ് അദ്ദേഹം ടെക്നോ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഇത് മുതലാളിത്തം ചരിത്രത്തിലേക്ക് കൊണ്ടുവന്ന, മുതലാളിത്തത്തിൻ്റെ വളർച്ചയോടൊപ്പം തന്നെയാണ് മുതലാളിത്ത വിരുദ്ധ സമരങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് മുതലാളിത്ത വ്യവസ്ഥക്കകത്ത് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന വ്യവസ്ഥ എന്ന നിലക്ക് തൊഴിൽ നിയമങ്ങൾ വന്നത്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റുകൾ വന്നത്. ഈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റിനെയും രാഷ്ട്രങ്ങളും ദേശസമൂഹങ്ങളുമൊക്കെ
അവരുടെ നിലനിൽപ്പിന് വേണ്ടി വിഭവങ്ങൾക്കും സമ്പത്തിനും മുകളിൽ സാമൂഹ്യ നിർണ്ണയം ഏർപ്പെടുത്താനുള്ള അവകാശത്തെയും നിഷേധിക്കുന്ന മുതലാളിത്തത്തെയാണ് ടെക്നോ ഫ്യൂഡലിസമായിട്ട്, ടെക്നോളജിയുടെ വളരെ സാന്ദ്രമായിരിക്കുന്ന ഒരു മുതലാളിത്ത ഉൽപ്പാദന വ്യവസ്ഥ. ആ മുതലാളിത്ത ഉൽപ്പാദന വ്യവസ്ഥയിലെ ഒരു കണ്ണിയാണ് ഈ അമേരിക്കൻ കമ്പനി. ഇത് ടെക്സാസ് കേന്ദ്രമായിട്ടുള്ള ഒരു IT കമ്പനിയാണിത്. ഇവരുടെ പണി എന്ന് പറയുന്നത് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ടെക്നോളജിയും അതുപോലെ തന്നെ റവന്യൂ മാനേജ്മെൻറ്റും സപ്ലൈ ചെയ്യലാണ്. ഇവർ കേരളത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക്, കേരളത്തിലെ എന്നല്ല ലോകത്തിൻ്റെ ഏതു ഭാഗത്തുള്ള ആളുകൾക്കും വെസ്റ്റിൽ ഇരുന്നവർക്ക് ചെയ്യാം, അതേപോലെ തന്നെ പാലാരിവട്ടത്ത് ഇരുന്നവർ ചെയ്യാം. ഇത്രയും ഭീമമായ ഒരു കമ്പനി കേരളത്തിൽ ഒരു തൊഴിൽ നിയമവും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലുള്ള ധിക്കാരമാണ് കാണിച്ചത്. നമ്മുടെ രാജ്യത്ത് തൊഴിൽ നിയമങ്ങളിൽ ഭേദഗതി വന്നു. 1947 നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട 44 തൊഴിൽ നിയമങ്ങൾ, തൊഴിൽ കോഡുകൾ ഒന്നിപ്പിച്ച് 4 കോഡുകളാക്കി. അപ്പോൾ നരേന്ദ്രമോദിയും BJP സർക്കാരും ഒക്കെ തൊഴിലാളികളോടും ജനങ്ങളോടും പറഞ്ഞ് ഇത് തൊഴിൽ നിയമങ്ങളുടെ റിഫോംസാണ്. റിഫോംസ് എന്നതിന് വളരെ ഒരു പരിഷ്കരണം എന്നതിന് എന്താണ് ഒരു പോസിറ്റീവായ സെൻസാണ് ഉള്ളത്. ഇത് പരിഷ്കരണമല്ല, തൊഴിലാളികൾ മുൻകാലങ്ങളിൽ അവകാശ സമരങ്ങളിലൂടെ നേടിയെടുത്ത അവരുടെ അവകാശങ്ങളുടെ, അവരുടെ പണിയിടങ്ങളിലെയും കൂലി അടക്കമുള്ള സേവന വ്യവസ്ഥകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങളുടെ ഒരു നിഷേധമാണിത്. അപ്പോൾ നിഷേധത്തെ ഒരു പരിഷ്കരണമായി കാണാൻ പറ്റുമോ എന്നുള്ളത്, ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, വാക്കുകളിൽ നിന്ന് അത് അർത്ഥം ചോർത്തിക്കളയുന്നു എന്നുള്ളതാണ്. റിഫോംസ്, പരിഷ്കരണം എന്ന് പറയുമ്പോൾ ഒരു നല്ല കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ തൊഴിൽ നിയമങ്ങളുടെ പരിഷ്കരണം എന്ന രീതിയിൽ വന്നത് എന്താണ്, 47 1926 മുമ്പുള്ള ഒരു ഭീകരമായ തൊഴിലടിമത്തത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ തൊഴിലാളി സമൂഹത്തെ എത്തിക്കുകയാണ്. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞു പോകേണ്ടതെന്ന് തോന്നുന്നു. അതായത് ഒരു പുതിയ സംസ്കാരം കൂടെ ഇതിനിടയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിന് കുറച്ചധികം പണം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ജോലി ചെയ്യുക, കുറച്ച് കാലം ജോലി ചെയ്യുക, ആ പണം കൊണ്ട് നിങ്ങൾ തൃപ്തനായിക്കൊള്ളുക, ഏത് സമയവും ജോലി നഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. ഇത്രയേ ഉള്ളൂ ജോലി എന്ന് പറയുന്നത്. നിങ്ങളുടെ വാർദ്ധക്യകാല സംരക്ഷണം, നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊന്നും സ്റ്റേറ്റിൻ്റെയോ ഒരു കമ്പനിയുടെ ഒന്നും റെസ്പോൺസിബിലിറ്റി അല്ല. നിങ്ങൾക്ക് അധ്വാനിക്കാനാവുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊള്ളുക, ആ പണം വാങ്ങി കയ്യിൽ വെച്ചുകൊള്ളുക, എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞു പോയിക്കൊള്ളുക. ആ ഒരു രീതിയിലൊരു സംസ്കാരം പുതിയ തലമുറയിലെങ്കിലും ഈ ഒരു രീതിയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ലേ? അതിൻ്റെ ഒരു വശത്തുകൂടെ കൂടിയല്ലേ ഇത്തരം തൊഴിൽ നിയമങ്ങളൊക്കെ ആവിഷ്കരിക്കപ്പെടുന്നത്? തീർച്ചയായിട്ടും ഇതൊരെന്താണ്, ഒരു ആത്മനിഷേധപരമായ സംസ്കാരമാണ്. സ്വന്തം അസ്തിത്വത്തെയും ഭാവിയെയും നിഷേധിക്കുന്ന ഒരു കൾച്ചറാണ് ഇത്. നിങ്ങൾ ഒരു കമ്പനിയായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു, നിങ്ങൾ ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് നല്ല പണം കിട്ടുന്നു, പക്ഷേ നിങ്ങളുടെ ഭാവി സുരക്ഷ എന്ന നിലക്ക് നിങ്ങൾക്കൊന്നും ഇല്ല. അപ്പോൾ പുതിയ തൊഴിൽ നിയമങ്ങൾ എന്താണ്, തൊഴിലാളിയെ ഉപയോഗിച്ച് വലിച്ചെറിയുക, തങ്ങൾക്ക് ആവശ്യമുള്ള കാലത്തോളം ഉപയോഗിക്കുക, പിന്നീട് എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുന്നത്. ഇപ്പോൾ ഈ മാറ്റത്തെ ഈ 2019 മോഡി സർക്കാരാണ് ഈ പുതിയ ലേബർ കോഡ് നിയമമാക്കാനുള്ള ബില്ല് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ബില്ലിലേക്ക് നമ്മുടെ രാജ്യം എത്തപ്പെടുന്ന ഒരു ചരിത്രമുണ്ട്, അതും കൂടി നമ്മൾ ഓർക്കണം. 1981 നമ്മുടെ രാജ്യത്ത് ഈ IMF വായ്പയെ തുടർന്ന് നമ്മുടെ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട തൊഴിൽ നിയമങ്ങൾ, പണിമുടക്കാൻ, സംഘടിക്കാൻ, യൂണിയൻ ഉണ്ടാക്കാൻ, വിലപേശൽ എന്ന നിലയ്ക്ക് എല്ലാ സമരരൂപങ്ങളും തൊഴിലാളികൾക്ക് ഉപയോഗിക്കാൻ ഒക്കെയുള്ള ഈ നിയമങ്ങളെ ആകെ നിഷേധിക്കുന്ന തരത്തിലാണ് അവശ്യ സർവീസ് നിയമം വരുന്നത്. ഒന്നാം IMF വായ്പയുടെ കണ്ടീഷനായിട്ടാണ് വരുന്നത്. അതിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു പൊതുമേഖലയുള്ള രാജ്യമാണ്. നമ്മുടെ 50കളുടെ പ്ലാനിങ്ങും 52 നമ്മുടെ വ്യവസായ നയവും ഒക്കെ നമ്മൾ പൊതുവെ നെഹ്റുവിയൻ എന്ന് വിളിക്കുന്ന സോഷ്യലിസ്റ്റത്തോട്, ഇപ്പം സോവിയറ്റ് യൂണിയൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൊതുമേഖലാ വ്യവസായങ്ങളുടെ സംഘാതമുള്ള ഒരു സമൂഹം ഇന്ത്യൻ സമൂഹമാണ്. അത് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട പ്രശ്നമാണ്. പക്ഷേ 90കൾക്ക് ശേഷം ഇതിലെല്ലാം മാറ്റം വരികയാണ്. ഈ മാറ്റം വളരെ ആസൂത്രിതമാണ്, സംഘടിതമാണ്. ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകബാങ്കും IMF അതുപോലുള്ള അന്താരാഷ്ട്ര ഫൈനാൻസ് മൂലധനത്തിൻ്റെ ഏജൻസികൾ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ആ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് 1985 ഈ ലോകബാങ്കിലെ 2 വിദഗ്ധരായ വിദഗ്ധന്മാർ ഗാരി പേഴ്സണും റോബർട്ട് ജെ ആൻഡേഴ്സൺ എന്ന് പറയുന്ന 2 വിദഗ്ധന്മാർ ഇന്ത്യയുടെ പൊതുമേഖലയെ, വാണിജ്യ വ്യവസായ മേഖലകളെ, തൊഴിൽ മേഖലകളെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ളൊരു കമ്മിറ്റി വിട്ടത്. ആ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ് 1992 നരസിംഹറാവുവിൻ്റെ പുത്തൻ സാമ്പത്തിക ന്യൂ എക്കണോമിക് പോളിസിയുടെ നയരേഖ തയ്യാറാക്കിയത് ആൻഡേഴ്സൺ മെമ്മോറാണ്ടമാണ്. ഗാരി പേഴ്സണും ആൻഡേഴ്സണും ചേർന്ന ഈ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ച എന്താണ്, പൊതുമേഖലയെ സമ്പൂർണ്ണമായിട്ട് സ്വകാര്യവൽക്കരിക്കുക, മൂലധനത്തിന് വ്യവസ്ഥാരഹിതമായി ഉപാധിരഹിതമായി പ്രവർത്തിക്കാനുള്ള ഒരു ലിബറൽ അന്തരീക്ഷം, ആ രീതിയിൽ ഉദാരവൽക്കരണം എല്ലാ മേഖലകളിലും നടപ്പാക്കുക.
അത് കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? മൂലധനത്തിന് സ്വതന്ത്രമായിട്ട് ഒരു ഉപാധികളുടെയും ഒരു വ്യവസ്ഥയുടെയും ഒരു നിയന്ത്രണത്തിൻ്റെയും തടസ്സമില്ലാതെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ രാജ്യത്ത് തൊഴിലാളികൾക്ക് നിയമപരമായുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കണം. അങ്ങനെയാണ് തൊഴിൽ നിയമങ്ങളിലെ ഭേദഗതി വരുന്നത്. ആ തൊഴിൽ നിയമങ്ങളുടെ ഭേദഗതിയുടെ ഏറ്റവും അപകടകരമായ ഒരു ഘട്ടത്തെയാണ് 2019 BJP സർക്കാർ കൊണ്ടുവന്ന ഈ 4 ലേബർ കോഡുകൾ വരുന്നത്. ഇതിന് വലിയ എതിർപ്പുണ്ടായി. അതുകൊണ്ട് എന്താണ്, ഓരോന്നാക്കിയിട്ട് പാസ്സാക്കി എടുക്കുകയാണ്. 2025 ആകുമ്പോൾ അത് പൂർണ്ണമാക്കി വിജ്ഞാപനം ഇറക്കി. അങ്ങനെ വിജ്ഞാപനം ഇറക്കിയപ്പോഴും എന്താണ്, ഇത് നടപ്പാക്കുന്നതിന് ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകളെല്ലാം എതിരായിരുന്നു. തത്വത്തിൽ ഫലത്തിലൊന്നും ചെയ്തില്ലെങ്കിലും BMS, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ, BJP, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ട്രേഡ് യൂണിയനാണ്, അവർ ഈ ലേബർ കോഡിനെതിരായിരുന്നു. ഇതിൽ തൊഴിലാളികളുടെ അവകാശങ്ങളെയും സേവന വേതന വ്യവസ്ഥകളെയും ലഘൂകരിക്കുന്ന, ഇല്ലാതാക്കുന്ന നയങ്ങൾക്കെതിരായിട്ട് അവരും വലിയ അമെൻമെൻറ്റ്, അവരും വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ INTUC, സഞ്ജീവ് റെഡ്ഡി INTUCയുടെ നേതാവാണ്. ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും നരസിംഹറാവുവും മൻമോഹൻ സിംഗും ഭരിക്കുന്ന കാലത്തും 1ഉം 2ഉം UPA സർക്കാരിൻ്റെ കാലത്തും ഈ തൊഴിൽ നിയമങ്ങളിൽ വരുത്തുന്ന ഈ ഭേദഗതിയെ അതിശക്തമായ INTUC എതിർത്തിട്ടുണ്ട്. CITU, AITUC ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകളുടെ കോർഡിനേഷനിൽ INTUC അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് തന്നെയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ തൊഴിലാളി സംഘടനകളെല്ലാം അതിശക്തമായി ഇതിനെതിരായിരുന്നു. എന്നിട്ടും നരേന്ദ്രമോദിയിലേക്ക് എത്തുമ്പോൾ ഈ നിയമം പാസ്സാക്കി. ഈ നിയമമാണ് ഇപ്പോഴത്തെ ചർച്ചയിൽ വരുന്നത്. അതായത് ഇപ്പോൾ കോറോ ഹെൽത്തിൽ ഈ കൂട്ടപ്പിരിച്ചുവിടൽ നടന്നതിന് ശേഷം ആ വിഷയം കേരളത്തിലെ രാഷ്ട്രീയ നിയമരംഗങ്ങളൊക്കെ വലിയ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആക്ട് എന്ന് പറയുന്ന 2020 നിയമം, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947, 1947 വ്യവസായ തർക്ക പരിഹാര ആ രീതിയിലുള്ള ആ ഒരു ചട്ടം. അപ്പം ഇത് രണ്ടിൻ്റെയും ഇൻട്രസ്റ്റുകൾ എങ്ങനെയാണ്? കാരണം കേരളം ഈ പുതിയ തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല. തത്വത്തിൽ നമ്മൾ അതിനോട് വിയോജിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കാനാവുമോ? കാരണം ഇപ്പോൾ കോറോ ഹെൽത്തിൻ്റെ പ്രതിസന്ധിയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അവിടെ തൊഴിലാളികൾക്ക് 3 മാസം ശമ്പളം നേരത്തെ തന്നെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് വാദങ്ങളൊന്നുമില്ല, നിങ്ങൾക്കിതുമായി നിയമ നടപടികൾ സ്വീകരിക്കാനാവില്ല, ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടപ്രകാരം തൊഴിൽ നിയമപ്രകാരം ഉള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഇതോടെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് കമ്പനി അവകാശപ്പെടുകയും വാദിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ തൊഴിലാളികൾക്ക് മുന്നിൽ ഇനി എന്തായിരിക്കും ഉണ്ടാവുക? നമ്മൾക്ക് ഈ 1940 ഇപ്പോഴുള്ള നമ്മുടെ നിയമം വെച്ച് കേരളം ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കേരളം അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിയമം വെച്ച് നമുക്ക് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക? ഇപ്പോൾ ഉള്ള നിയമത്തിന് വിരുദ്ധമായിട്ടാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ 49 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അനുസരിച്ചുള്ള റീട്രച്ച്മെൻറ്റ് എന്ന് പറയുന്നത് 100 തൊഴിലാളികളിൽ കൂടുതലുള്ള സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെ റീട്രഞ്ച്മെൻറ്റ് നടത്തണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വാങ്ങിക്കണം. അത് നരേന്ദ്രമോദി കൊണ്ടുവന്ന പുതിയ ലേബർ കോഡിൽ എന്താക്കി, 300 തൊഴിലാളികളാക്കി. ഇവിടെ 100 300 200 തൊഴിലാളികളെയാണ് ഒന്നിച്ച് പിരിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്, നഗ്നമായ നിയമത്തിൻ്റെ ലംഘനമാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന നിയമത്തിൻ്റെ ലംഘനമാണ്. എന്നു മാത്രമല്ല, കേരളമാണെങ്കിൽ ഈ നിയമം നടപ്പാക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഏകപക്ഷീയമായി കമ്പനികൾക്ക് തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ അവകാശം നൽകുന്ന വ്യവസ്ഥ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് ശിവൻകുട്ടി തൊഴിൽ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പരസ്യമായി പ്രഖ്യാപിക്കുക മാത്രമല്ല, ട്രേഡ് യൂണിയൻ കോൺക്ലേവ് സംഘടിപ്പിച്ച് ആ കോൺക്ലേവ് എന്ത് ചെയ്തിരിക്കുകയാണ്, ജസ്റ്റിസ് ഗോപാൽ ഗൗഡയെ തൊഴിൽ നിയമങ്ങളിൽ വൈദഗ്ധ്യമുള്ള ഒരു കമ്മിറ്റിയെ വെച്ചിരിക്കുക, ഒരു വിദഗ്ധ സമിതിയെ വെച്ചു. ആ വിദഗ്ധ സമിതി ശുപാർശകൾ കിട്ടി. ആ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ എന്താണ്, തൊഴിൽ എന്ന് പറയുന്നത് ഒരു സംസ്ഥാന വിഷയത്തിലും കൂടി പെട്ടതാണ്. അത് കൺകറൻ്റാണ്, സമവർത്തി പട്ടികയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സമവർത്തി പട്ടികയിൽപ്പെട്ടത് കൊണ്ട് തന്നെ ഭരണഘടനയുടെ ചില വ്യവസ്ഥകളനുസരിച്ച് സംസ്ഥാനത്തിന് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള, ആ അർത്ഥത്തിൽ സംസ്ഥാനം എന്താണ്, കേന്ദ്ര സർക്കാരിൻ്റെ ഈ തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡിനെ പ്രതിരോധിക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ ഉൾപ്പെടെ ആലോചിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് ഈ ഗ്ലോബലൈസേഷൻ, ന്യൂ ലിബറലിസത്തിൻ്റെ ബദൽ ഇടപെടുന്നത്. അങ്ങനെ ഒരു ബദൽ ഇടപെടലിനൊക്കെ കേരളം തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഭരണമാറ്റം ഉണ്ടാകുന്നത്. ആ ഭരണമാറ്റം എന്താണ്, ഒരു സൗകര്യമായി ഉപയോഗിച്ച്. കാരണം അദാനിക്ക് സൗകര്യം ഉണ്ടാകുന്നത് പോലെ തന്നെ എന്താണ് അമേരിക്കയിലെ ഈ കമ്പനികൾക്ക്, ഇത് ഇവിടെ മാത്രം നിൽക്കില്ല. ഇപ്പോൾ നമ്മുടെ ചികിത്സാ രംഗത്ത്, ആരോഗ്യരംഗത്ത് KKR ഗ്രൂപ്പ്, ബ്ലാക്ക് സ്റ്റോൺ തുടങ്ങിയിട്ടുള്ള ന്യൂയോർക്കിലും വാഷിങ്ടണിലൊക്കെയുള്ള ഒരുപാട് കോർപ്പറേറ്റുകൾ വന്നിരിക്കുകയാണ്. ഈ കോർപ്പറേറ്റുകൾ എന്താണ് നമ്മുടെ ആരോഗ്യരംഗത്തൊക്കെ നടപ്പാക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. നഴ്സുമാരെ പിരിച്ചുവിടും, മറ്റ് ജീവനക്കാരെ പിരിച്ചുവിടും, ഡോക്ടർമാരെ പിരിച്ചുവിടും. എന്താണ് ജോലി സ്ഥിരത എന്ന് പറയുന്ന ഒന്ന്,
നിയമാനുസൃതമായ സേവന വേതന വ്യവസ്ഥകൾ എന്ന ഒന്ന് അതില്ലാതെ വരും. കോർപ്പറേറ്റുകൾ കൽപ്പിക്കുന്നത് കോർപ്പറേറ്റുകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിയമമായിട്ട് വരും. അത് അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായ ഒരു തരം കോർപ്പറേറ്റ് അടിമത്വം. ഈ കോർപ്പറേറ്റ് അടിമത്തത്തെയാണ് യാനീസ് ഒക്കെ എന്ത് വിളിക്കുന്നത്? ഇതൊരു നിയോ ഫാസിസ്റ്റ് ടെക്നോ ഫ്യൂഡലിസ്റ്റ് പ്രവണതയാണെന്ന് പറയുന്നത്. ഇതൊരു ഫ്യൂഡൽ പ്രവണതയാണ്. മുതലാളിത്തം ചരിത്രത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ ആശയമാണ് ലിബറലിസം. ആ ലിബറലിസത്തിൻ്റെ ഭാഗമാണ് വ്യക്തികൾക്കും തൊഴിൽ ചെയ്യുന്ന ഗ്രൂപ്പുകൾക്കും ഒക്കെയുള്ള സ്വാതന്ത്ര്യത്തിൻ്റെയും അവകാശത്തിൻ്റെയും ഒക്കെ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ചിക്കാഗോ മുതൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന തൊഴിൽ സമരങ്ങളുടെ, രക്തം ചിന്തിയ തൊഴിലാളി പോരാട്ടങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. തൊഴിലാളികളുടെ ഈ അവകാശങ്ങൾ സാർവദേശീയ തലത്തിൽ അംഗീകരിച്ചെടുക്കുന്നത്. അങ്ങനെയാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനൊക്കെ തൊഴിൽ ചെയ്യുന്ന ആൾക്ക് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ചെയ്യുന്ന കൂലിക്ക് ന്യായമായ കൂലി, ജോലി സ്ഥിരത, മറ്റ് സേവന വ്യവസ്ഥകൾ ഇതൊക്കെ അംഗീകരിച്ച്, ഇത് സാർവദേശീയ തലത്തിൽ അംഗീകരിച്ച ഒന്നാണ്. ഇതിനെതിരായിട്ടാണ് ഇന്ന് കോർപ്പറേറ്റ് മൂലധനം എന്ത് ചെയ്യുന്നത്? ഒരു ബൈപ്പാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത്. അതെന്താണ്? അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലും എന്തുണ്ടായിരിക്കുന്നത്? ഈ 4 ലേബർ കോഡുകൾ, 44 കോഡുകളെ വെട്ടി ചുരുക്കി 4 കോഡുകളാക്കിയിരിക്കുന്നത്. അത് തൊഴിലാളികളുടെ അവകാശങ്ങളെ അങ്ങേയറ്റം നിഷേധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻറ്റിന് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദിക്കാതെയാണ് ഈ കോറോം ഹെൽത്തുകാർ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? 800 തൊഴിലാളികൾ ഒരു മൈക്ക് അനൗൺസ്മെൻറ്റിലൂടെയാണ്, ഒരു ഓഫീസ് മൈക്ക് അനൗൺസ്മെൻറ്റിലൂടെ അവരെ പിരിച്ചുവിട്ടത്. നിങ്ങളെ ഫോൺ ചെയ്ത് പറയുക പോലും ചെയ്തിട്ടില്ല, നിങ്ങളെയൊക്കെ പിരിച്ചുവിട്ട് ഇനി മുതൽ വരണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഒരു മധ്യകാലിക ഫ്യൂഡൽ പ്രഭുക്കന്മാരെ ആധുനിക മുതലാളിത്ത വ്യവസായ സ്ഥാപനങ്ങളുടെ, കോർപ്പറേറ്റുകളുടെ മുതലാളിമാർ പെരുമാറുകയാണ്. ഇത് ഏതൊക്കെ രീതിയിൽ നിയമപരമായി പ്രതിരോധിക്കാൻ കഴിയുമെന്ന് കേരളത്തിൻ്റെ ലേബർ വകുപ്പ് ആലോചിക്കേണ്ടതാണ്. കേരളം ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ പൊതുവെ ഇത്തരം ചർച്ചകൾക്കൊക്കെ ഇപ്പോൾ കേരളത്തിൽ എന്നല്ല, മൊത്തത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജോലിയുടെ തൊഴിലിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ടെക് ജോബ്സ് ആണ് കൂടുതലായിട്ട്. ഇത്തരം അസംഘടിത മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അവർക്കിടയിലാണ് ഈ പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ കേൾക്കപ്പെടുന്നത്. അതായത് ഇപ്പോൾ കോറ ഹെൽത്ത് മാത്രമല്ല, ഇത്തരത്തിൽ സമാനമായ പല സ്ഥാപനങ്ങളും പിരിച്ചുവിടൽ നടത്തുമ്പോൾ, അല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ, തൊഴിലാളികളോട് ഇന്ന് നാളെ മുതൽ പണിക്ക് വരണ്ട എന്ന് ഏകപക്ഷീയമായി പറയുമ്പോൾ തൊഴിലാളിക്ക് മുന്നിൽ അവരോട് ഐക്യദാർഢ്യപ്പെടാൻ പോലും ആരുമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ പലപ്പോഴും പല ട്രേഡ് യൂണിയനുകളും ഇത്തരം തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ ശ്രമിക്കുകയും പിന്നീട് പരാജയപ്പെട്ട് മാറി നിൽക്കുകയും ചെയ്തിട്ടുള്ള ചരിത്രവും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു പുതിയ തൊഴിൽ മേഖലയെ അതിൻ്റെ എല്ലാ സ്വഭാവത്തോടെയും കൂടെ അഭിസംബോധന ചെയ്യാൻ തൊഴിലാളി യൂണിയനുകൾക്ക് പറ്റാതാവുന്നതിൻ്റെ ഒരു കാരണം? തൊഴിലാളി യൂണിയനുകൾ ആ രീതിയിലുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ. ഇപ്പോൾ ബാംഗ്ലൂരിലായാലും പൂനെയിലായാലും ഹൈദരാബാദിലൊക്കെ ആയാലും IT മേഖലയിൽ വലിയ രീതിയിലുള്ള ട്രേഡ് യൂണിയൻ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഈ IT പ്രൊഫഷണലുകൾ ചിന്തിക്കുന്നത് ഞങ്ങൾ തൊഴിലാളികളല്ല, ഞങ്ങളൊരു ക്ലാസ് അല്ല, ഞങ്ങളെന്താണ് മുതലാളിത്തത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള പ്രൊഫഷനുകളാണ്. അപ്പോൾ ഇവർ ചിന്തിക്കുന്നത്, ഡേവിഡ് ഹാർവിയൊക്കെ അത് വളരെ മനോഹരമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇത്തരം പുതിയ തലമുറ, ഇതൊരു ഫ്രോണ്ടിയർ സയൻസിൻ്റെ രംഗത്തുള്ള ബിരുദവും ക്വാളിഫിക്കേഷനൊക്കെയുള്ള ഒരു വിജ്ഞാന തൊഴിലാളികളാണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇവർ ചിന്തിക്കുന്നത് ഞങ്ങൾ മൂലധനത്തിൻ്റെ, മുതലാളിത്തത്തിൻ്റെ, ഞങ്ങൾ കമ്പനിയുടെ, കോർപ്പറേറ്റ് ഉടമസ്ഥയുടെ ഭാഗമാണ്, ഞങ്ങളെന്തല്ല മറ്റ് പഴയ നീലക്കോളർക്കാരെ പോലുള്ള തൊഴിലാളികളല്ല. അപ്പോൾ ഈ രീതിയിൽ തൊഴിലാളികൾക്കിടയിൽ തന്നെ അവരുടെ ബോധത്തിൽ തന്നെ ഞങ്ങളൊരു തൊഴിലാളി ആണ് എന്ന ഒരു വർഗബോധം, പണിയെടുക്കുന്നവരെന്നൊരു വർഗബോധം, മുതലാളിത്തത്തിൻ്റെ ഒരു ഉൽപ്പാദന വ്യവസ്ഥക്കകത്ത് യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിൻ്റെ കൂലി അടിമകളാണ് ഞങ്ങളെന്നൊരു ബോധമില്ല, ഞങ്ങളും മൂലധനത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു അതുകൊണ്ടെന്താണ് ഇവർ ലേബർ വർക്കേഴ്സ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. പ്രൊഫഷണലുകളാണ്. ഒരു IT ആളോട് ഞാൻ ഇന്നേ കമ്പനിയിലെ തൊഴിലാളിയാണെന്ന് അയാൾ പറയില്ലോ, ഞാൻ പ്രൊഫഷണലാണെന്നേ മാത്രമേ പറയൂ. അപ്പോൾ എന്താണ് ഈ പുതിയ നിയോ ലിബറൽ മൂലധനം കൊണ്ടുവന്നിരിക്കുന്ന തൊഴിലുകളുടെ പുതിയ പ്രൊഫഷണൽ നാമങ്ങളുണ്ട്. ആ നാമങ്ങളിലാണ് അവർ ആളുകളെ പരിചയപ്പെടുക, സ്വയം തന്നെ അവർ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവരൊരു ക്ലാസ്സാണ്. മൂലധനത്തിന് കീഴിൽ എത്ര വലിയ വിജ്ഞാനത്തിൻ്റെ മുൻനിര മണ്ഡലത്തിലുള്ള ബിരുദവും ആ രീതിയിലുള്ള ജോലിയും ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരെന്താണ്, അവർ തൊഴിലാളികളാണ് എന്നൊരു ബോധത്തിലേക്ക് അവരെ കൊണ്ടുവരണം. അപ്പോൾ അവരെ സംഘടിപ്പിക്കുക എന്നുള്ളത്, ആ ബോധത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ കോറോ ഹെൽത്തിലെ സംഭവം ഈ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലെയും ഈ IT മേഖലയിൽ പണിയെടുക്കുന്ന പ്രൊഫഷണലുകൾക്ക് ഒരു വലിയ അനുഭവമാണ്. തീർച്ചയായിട്ടും ആ രംഗത്തുള്ള സംഘടന ഉണ്ടാക്കുന്നതിലൊക്കെ അത് വലിയ സഹായകരാകും. അവരെ ട്രേഡ് യൂണിയനായിട്ട് സംഘടിപ്പിക്കണം. അവരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ ശൈലിയും ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾക്കുണ്ട്. ഇത്തരം വിഭാഗങ്ങളെ സംഘടിപ്പിക്കാതിരിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ നമ്മുടെ തൊഴിൽ മേഖലയുടെ
പ്രൊഡക്ഷൻ്റെ രംഗത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ആരാണ്? ഈ പുതുതലമുറ ജോലികളാണ്. അപ്പോൾ ഈ പുതുതലമുറ, ഈ ന്യൂ ജനറേഷൻ തൊഴിൽ സമൂഹത്തെ സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവർ സംഘടിച്ചില്ലെങ്കിൽ, അവർ ഒരു പ്രതിരോധ സമരശക്തിയായിട്ട് മാറുന്നില്ലെങ്കിൽ, ഇതുപോലുള്ള വളരെ നിഷ്കരുണമായ ഈ കോർപ്പറേറ്റുകളുടെ നടപടികൾക്ക്, പിരിച്ചുവിടലുള്ള അടക്കമുള്ള നടപടികൾക്ക് അവർ വിധേയമാകും. ഇപ്പോൾ ഈ ജപ്പാനിലെ ടോക്കിയോയിലൊക്കെയുള്ള ഈ പുതുതലമുറ തൊഴിൽ മേഖലകളിലെ തൊഴിലാളികളെക്കുറിച്ചുള്ള പഠനങ്ങൾ വരുന്നുണ്ട്. അവർക്ക് തൊഴിൽ സമയം ഒരു നിജപ്പെടുത്തലുമില്ല, ഇത്ര മണിക്കൂറൊന്നുമില്ല, മണിക്കൂറുകൾ പണിയെടുക്കണം. അപ്പോൾ ഈ കറോഷി എന്ന് പറയുന്ന ഒരു സ്വയം മരിച്ചു വീഴുന്ന, കറോഷി എന്ന് പറയുന്നത് ജപ്പാൻ ഭാഷയിൽ സ്വയം ഇങ്ങനെ വെട്ടിമരിക്കുന്ന ഒരു പ്രവണതയാണ് കറോഷി എന്ന് പറയുന്നത്. അതുപോലെ തൊഴിൽ മേഖലകളിൽ തൊഴിൽ ചെയ്ത് ലോ പ്രഷറൊക്കെ വന്നിട്ട് അവിടെ തന്നെ പിടിഞ്ഞു വീട് മരിക്കുന്ന ഒരു പ്രവണത വരികയാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകവും ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനൊക്കെ അംഗീകരിച്ചിരിക്കുന്ന, മുന്നോട്ട് വെച്ചിരിക്കുന്ന തൊഴിൽ സമയത്തെക്കുറിച്ചുള്ള ഒരു നിജപ്പെടുത്തലുമില്ലാതെ തൊഴിലാളിയെ പരമാവധി ചൂഷണം ചെയ്യുക. അതാണ് ഇവിടെ നേരത്തെ ബിനോയ് പറഞ്ഞ പോലെ നല്ല പണം കിട്ടും, പരമാവധി ചൂഷണം ചെയ്യും. മറ്റ് സേവന വേതന വ്യവസ്ഥകളോ മറ്റ് രീതിയിലുള്ള ഒരു ക്ഷേമനിധിയോ സംരക്ഷണമൊന്നും സർക്കാർ പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നിട്ട് ഇത്തരത്തിലുള്ള തൊഴിൽ സ്ഥാപനങ്ങൾ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടുക, അതായത് അപ്പോഴത്തെ ഒരു കാര്യത്തിലേക്ക് മാത്രമാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എത്രയധികം തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു പോളിസി ചൂണ്ടിക്കാണിച്ച് തൊഴിൽ ദാതാക്കളെ കേരളത്തിലേക്കോ രാജ്യത്തേക്കൊക്കെ ആകർഷിക്കുന്ന നിലപാടാണ് നമ്മളെപ്പോഴും സ്വീകരിക്കാറുള്ളത്. ഒരുപക്ഷെ അതിൻ്റെ കൂടെ ഒരു പ്രതിഫലനമല്ലേ ഇത്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഒപ്പം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് തൊഴിലാളിയുടെ അല്ലെങ്കിൽ തൊഴിൽ എപ്പോൾ വേണമെങ്കിലും റദ്ദ് ചെയ്യാനുള്ളൊരു പരമാധികാരം കൂടെ അതോടൊപ്പം വരുന്നുണ്ടോ? അപ്പോൾ കേരളത്തിലടക്കം ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന പദം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അങ്ങോട്ടത് ചോദിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് മൂലധനത്തിന് സ്വതന്ത്രമായിട്ട് ഒരു വ്യവസ്ഥക്കും വിധേയമാകാതെ കടന്നു വരാനും നിക്ഷേപിക്കാനും തൊഴിൽ സ്ഥാപനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷേ അത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കണം ഏത് തൊഴിൽ സ്ഥാപനവും ഏത് സംരംഭവും ആരംഭിക്കേണ്ടത് എന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ്ങിൻ്റെ മറവിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ, ഉപാധിരഹിതമായി തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഈ കമ്പനികൾക്ക് അനുമതി കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. നമ്മുടേതുപോലെ ഈ നിക്ഷേപങ്ങളൊന്നും വരാത്ത സമൂഹത്തിനകത്ത് നിക്ഷേപങ്ങൾ വരാൻ കമ്പനികൾക്ക്, മൂലധന ശക്തികൾക്ക് വളരെ സഹായകരമായ, അവരെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഇവിടുത്തെ നിയമങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യതയുണ്ട് എന്ന കാര്യം ഗവൺമെൻറ് പറയണം. അതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛാശക്തി എന്ന് പറയുന്നത്. രാഷ്ട്രീയമായ ഇച്ഛാശക്തിയില്ലാത്ത ഗവൺമെൻറ്റുകളാണെങ്കിൽ ഇതുപോലെ നടക്കും. ഇവർ ഈ കോറോം ഹെൽത്തുകാർ ചെയ്ത പോലെ ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ബാധകമല്ല, 3 മാസം ശമ്പളം നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, ഇനി മുതൽ നിങ്ങൾക്ക് ഇവിടെ പണിയില്ല, 800 തൊഴിലാളികളും ഇങ്ങനെ ആകാശം നോക്കുകയാണ്, ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഒരു റിയലായ വിസ്മയം അവരുടെ മുമ്പിൽ വരികയാണ്. അപ്പോൾ ഒരു വിസ്മയം സൃഷ്ടിക്കലാണ് ഭരണം എന്ന് സതീശൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാലാരിവട്ടത്തെയും ഈ കോഴിക്കോട്ടെയൊക്കെ ഈ തൊഴിലാളികൾ, ഈ പ്രൊഫഷണലുകൾ, അവരിങ്ങനെ ഒരു അവസ്ഥയിൽ അവരെത്തുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അവർ വളരെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് ചിന്തിച്ചിരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ജീവിതം ഈ കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ താല്പര്യങ്ങളിൽ എത്രത്തോളം അനിശ്ചിതത്വപൂർണ്ണമാണ്, എത്രത്തോളം അരക്ഷിതപൂർണ്ണമാണ് എന്ന് അവരെ സ്വയം ബോധ്യപ്പെടുത്തുകയും കൂടി ചെയ്തൊരു സംഭവമാണിത്. ഈ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവേ നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ പറയുന്നത് നമ്മൾ വ്യവസായ വിരുദ്ധരാണെന്നുള്ളതാണ്. നമ്മൾ 900 ട്രേഡ് യൂണിയനുകളും അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുമൊക്കെ ഉണ്ടാക്കി വ്യവസായങ്ങളെയൊക്കെ ഓടിച്ച് കേരളം കടത്തുന്ന ആളുകളാണെന്നാണ് നമ്മളെക്കുറിച്ച് തന്നെ പലപ്പോഴും നമ്മൾ തന്നെ പലപ്പോഴും വിമർശനം ഉന്നയിക്കാറ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കോറോ ഹെൽത്തിൻ്റെ മാത്രം വിഷയം എടുത്തുകൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ തൊഴിലാളികളെ പിരിച്ചുവിടുന്ന വ്യവസായം തകർക്കുന്നത് വ്യവസായികൾ തന്നെയാണോ എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം ഒരു തൊഴിലാളി തന്നെ ചോദിക്കുകയുണ്ടായി. ആ ഒരു പശ്ചാത്തലമുണ്ട്. കേരളം വ്യവസായ വിരുദ്ധരാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ വന്നിട്ടുള്ള ഒരു കോർപ്പറേറ്റ് തന്നെ ഏത് തരത്തിലാണ് വ്യവസായ വിരുദ്ധനാവുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് തൊഴിലാളികളെ ഏകപക്ഷീയമായി പിരിച്ചുവിട്ടുകൊണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ദിവസം തൊഴിലാളികളുടെ ഭാഗത്ത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുകയുണ്ടായി. എങ്ങനെയാണ് അതിനെ കാണുന്നത്? കേരളം അത്തരത്തിൽ അത് തൊഴിലാളികൾക്ക് അവരുടെ അനുഭവങ്ങൾ തന്നെ. യഥാർത്ഥത്തിൽ വ്യവസായങ്ങൾക്കെതിരാകുന്നത് തൊഴിലാളികളല്ല, നമ്മുടേതുപോലുള്ള സമൂഹങ്ങളല്ല, ഒരു
ഈ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നൊരു പോളിസി ഈ ആഗോള മൂലധനത്തിനുണ്ട്. ഉൽപ്പാദനത്തെക്കാളേറെ ഉൽപ്പാദനരഹിതമായ പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെ പണമുണ്ടാക്കാം എന്നുള്ളതാണ് പുതിയ മുതലാളിത്തത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ കേരളം പോലൊരു സമൂഹം നമുക്കെല്ലാവർക്കും അറിയാം, വളരെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ശക്തമായൊരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ പണിയെടുക്കുന്ന ഒരു കൂലിക്ക്, ഒരു തൊഴിലാളിക്ക് കൂലി ഉറപ്പാണ്. മിനിമം കൂലി ഇന്ത്യയിൽ 600 രൂപ മിനിമം കൂലിയായി അംഗീകരിച്ച ഒരു സ്റ്റേറ്റും 29 സംസ്ഥാനങ്ങളിൽ കേരളം എന്താണ്, ഈ 600 രൂപ മിനിമം കൂലിയാണ്. ഇവിടെ നിർമ്മാണ രംഗത്തൊക്കെ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് 850,000 രൂപ വരെ ദിവസ കൂലിയുണ്ട്. അത് കഴിഞ്ഞത് ഇവിടുത്തെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ശക്തിയുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിൽ എത്രയോ കാലമായി സമ്മർദ്ദം ചെലുത്തുകയാണ്. ഒരു 600 രൂപ മിനിമം കൂലിയായിട്ട് പ്രവർത്തിയാക്കണം. നമ്മൾ ശമ്പളം 7ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിർദ്ദേശിച്ചത് 18,000 രൂപ മിനിമം ശമ്പളമായിരിക്കണം എന്നാണ്. ഒരു തൊഴിൽ മേഖലയിൽ ഏത് പണിയെടുക്കുന്ന ആൾക്കും 18,000 രൂപ മിനിമം ശമ്പളമായിരിക്കണം എന്നാണ്. കേന്ദ്ര സർക്കാർ അതിന് സന്നദ്ധമല്ല എന്ന് മാത്രമല്ല, കേന്ദ്ര ലേബർ മന്ത്രാലയം എന്ത് തീരുമാനിച്ചു, ഒരു 165 രൂപയെങ്കിലും മിനിമം കൂലിയായിട്ട് കൊടുക്കണം എന്ന നിർദ്ദേശം വെച്ചു. അത് വലിയ രീതിയിൽ ട്രേഡ് യൂണിയനുകളൊക്കെ ആയിട്ട് തന്നെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 300 രൂപയായി. 300 രൂപ എന്നുള്ളത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഗുജറാത്ത് പോലുള്ള വ്യാവസായികം വലിയ രീതിയിൽ പുരോഗമിച്ചു, വ്യവസായ അനുകൂല അന്തരീക്ഷമുണ്ട്, ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലിയാണ് എന്നൊക്കെ പറയുന്ന, നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്നൊക്കെ പറയുന്ന മേഖലകളിലെ മിനിമം കൂലി എത്രയാണ്? 270 രൂപയാണ് പരമാവധി മിനിമം കൂലി. അപ്പോൾ തൊഴിലാളിക്ക് ജീവിക്കാനുള്ള അവകാശം കൂടി എന്താണ്, വ്യവസായവൽക്കരണം കൊണ്ടുവരണം. അല്ല മുതലാളിത്തത്തിന് വിഭവങ്ങളും സമ്പത്തും ഒക്കെ കുറഞ്ഞ വിലക്ക് കൊള്ളയടിച്ച് ഇവിടെ പ്രവർത്തിച്ച് ലാഭം കൊണ്ടുപോകാനുള്ള ഒരു ഏർപ്പാടായിട്ടല്ല വ്യവസായവൽക്കരണത്തെ കാണുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് ജോലി ചെയ്യാനും മാന്യമായ കൂലി കിട്ടാനുള്ള ഒരു അവസരത്തിൻ്റെ സൃഷ്ടി കൂടിയാണ് ഈ വ്യവസായവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ കേരളം ഒരുപാട് വ്യാവസായികമായ ഒരു വളർച്ചയ്ക്ക് ഒരുപാട് പരിമിതിയുണ്ട്. നമ്മുടെ ഒന്ന് സ്ഥലമില്ലാത്ത പ്രശ്നമുണ്ട്, നമ്മൾ വളരെയേറെ പരിമിതി ആ ഭൂമിയുടെ കാര്യത്തിൽ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെതായ വ്യവസായങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് ഈ പുകക്കുഴലുകളില്ലാത്ത വ്യവസായങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതി സൗഹൃദപരമായ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനെക്കുറിച്ച് ഒക്കെയാണ്. അപ്പോൾ പരിസ്ഥിതി സൗഹൃദപരവും തൊഴിലാളി സൗഹൃദപരവുമായിട്ടുള്ള വ്യവസായങ്ങൾക്ക് കേരളത്തിൽ ഇതുള്ളൂ. കാരണം മലയാളിയുടെ പാരിസ്ഥിതിക ബോധം ശക്തമാണ്, മലയാളിയുടെ തൊഴിലാളി അവകാശബോധം ശക്തമാണ്. ഇതിനെ രണ്ടിനെയും നിഷേധിച്ചുകൊണ്ട് വ്യവസായം വരാൻ ഇവിടെ പറ്റില്ല. ഈസ് ഓഫ് ഡൂയിങ്ങിൻ്റെ പേരിൽ ആഗോളതലത്തിൽ തന്നെ മൂലധനം എന്താണ്, വ്യവസ്ഥാരഹിതമായി പ്രവർത്തിക്കാൻ നിലനിൽക്കുന്ന തൊഴിൽ നിയമങ്ങളും നിലനിൽക്കുന്ന പരിസ്ഥിതി നിയമങ്ങളും അതും കൂടെ നമ്മൾ കാണണം. തൊഴിൽ നിയമം മാത്രമല്ല, നമ്മുടെ പരിസ്ഥിതി നിയമങ്ങൾ വലിയ കോർപ്പറേറ്റ് അനുകൂലമായി മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ വനസംരക്ഷണ നിയമങ്ങൾ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ബ്ലൂ എക്കണോമി വഴി എന്താണ്, നമ്മുടെ കടലിൻ്റെ സുരക്ഷിതത്വവും സംരക്ഷണവും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ലിബറൽ നയങ്ങൾ, ലിബറലൈസ് ചെയ്തിട്ടുള്ള പോളിസികൾ വരികയാണ്. അപ്പം നമ്മൾ ഈസ് ഓഫ് ഡൂയിങ്ങിൻ്റെ പേരിൽ കേരളം പോലുള്ളൊരു സമൂഹത്തിനകത്ത് ഇഷ്ടം പോലെ കടന്നു വന്ന് സർവതന്ത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മൂലധന ശക്തികൾക്ക് അനുമതി നൽകുന്നത് എന്താണ്, അത് വ്യവസായവൽക്കരണമോ വികസനമോ ഒന്നും ഉണ്ടാക്കില്ല, അത് വിനാശമായി ഒരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത് കോറോ. പണിയെടുപ്പിക്കും, അവർക്ക് തോന്നുമ്പോൾ അവർ ഇട്ടേച്ച് പോകും. ഇത് നമ്മുടെ ഈ മൂലധനത്തിൻ്റെ ഒരു പോർട്ട്ഫോളിയോ. അവർ പണം മുടക്കും, പക്ഷെ അവർക്ക് താല്പര്യമില്ലാത്ത സമയത്ത് എന്താവും, അവർ ഇട്ടേച്ച് പോകും, മടങ്ങിപ്പോകും. അപ്പോൾ ഈ പോർട്ട്ഫോളിയോ ക്യാപിറ്റലിസത്തിൻ്റെ ഈ സ്വഭാവവിശേഷവും കൂടി ഈ കോറോ ഹെൽത്ത് പോലുള്ള കമ്പനികൾക്കുണ്ട് എന്ന് നമ്മൾ കാണണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ, നമ്മുടെ രാജ്യത്തിൻ്റെ തൊഴിലവകാശങ്ങൾ, നമ്മുടെ രാജ്യത്തിൻ്റെ പരിസ്ഥിതി നിയമങ്ങൾ ഇതെല്ലാം അംഗീകരിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അവിടെയാണ് നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ അടിയറ വെച്ചുകൊണ്ടാണോ, നമ്മുടെ ജനങ്ങളുടെ അവകാശങ്ങൾ അടിയറ വെച്ചുകൊണ്ടാണോ ഇത്തരം കമ്പനികളെ കൊണ്ടുവരേണ്ടത് എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നത്. കോറോ ഹെൽത്തിലെ പ്രതിസന്ധി നമുക്ക് മുന്നിൽ ഉയർത്തുന്ന വലിയ ചോദ്യങ്ങളുണ്ട്. അതിൽ സർക്കാർ നയങ്ങൾ മുതൽ തൊഴിൽ നിയമങ്ങൾ വരെ. ഒരുപക്ഷെ സർക്കാർ കൂടുതൽ ക്രിയാത്മകമായി ഇടപെടേണ്ട മേഖല കൂടിയാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ പ്രതിസന്ധിയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മറ്റു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.